ഹലോ മക്കൾസ്, മിസ്സാണ് കേട്ടോ. അപ്പം നമ്മൾ ബേസിക് സയൻസിൻ്റെ ജീവൻ്റെ കുഞ്ഞറകൾ അല്ലെങ്കിൽ ടൈനി ചാമ്പേഴ്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മിസ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചോ, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ കേട്ടോ. ഓക്കെ, ഏകകോശ ജീവികൾ അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്താണ്? ഏകം അല്ലെങ്കിൽ യൂണി എന്ന് പറഞ്ഞാൽ ഒന്നാണ്. അതായത് ഓർഗാനിസം അല്ലെങ്കിൽ ഈ സൂക്ഷ്മജീവികളിൽ ഒരു സെല്ല് മാത്രം കാണപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു കോശം മാത്രം കാണപ്പെടുന്നതാണ് നമ്മൾ എന്താ പറയുക, യൂണിസെല്ലുലാർ ഓർഗാനിസം അല്ലെങ്കിൽ ഏകകോശ ജീവി എന്ന് പറയുക. മറന്നു പോകണ്ട, ഒന്ന് വായിച്ചു നോക്കാം. ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. കോശങ്ങളുടെ എണ്ണം കുറവായതുകൊണ്ടാണ് നമുക്ക് അവയെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്തത്. യൂണിസെല്ലുലാർ ഓർഗാനിസം ആർ ഓർഗാനിസംസ് ദാറ്റ് ഹാവ് ഓൺലി വൺ സെൽ ആസ് ദി നമ്പർ ഓഫ് സെൽ ഈസ് ലെസ്. വി കനോട്ട് സീ ദം വിത്ത് നേക്കഡ് ഐസ്. അതായത് മക്കളെ, നമുക്ക് അതിൽ ഒരു സെല്ല് മാത്രമേ ഉള്ളൂ, ഒരു കോശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് നഗ്ന നേത്രം കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. മൈക്രോസ്കോപ്പ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അതിനുള്ള കുറച്ച് എക്സാമ്പിളാണ് യുഗ്ലീന, പാരമേസിയം, അതുപോലെ തന്നെ അമീബ. മലയാളം വേർഡും ഇംഗ്ലീഷ് വേർഡൊക്കെ സെയിം ആണ്. യുഗ്ലീന, പാരമേസിയം ആൻഡ് അമീബ. ഓക്കെ, രണ്ടാമത്തെ ടോപ്പിക്കാണ് എന്താണ് ബഹുകോശ ജീവി അല്ലെങ്കിൽ മൾട്ടി സെല്ലാർ ഓർഗാനിസം. യൂണിസെല്ലാർ അല്ലെങ്കിൽ ഏകകോശ ജീവി എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് പിടികിട്ടി. അപ്പോൾ ബഹുകോശ ജീവി എന്താണ്? യെസ്, ഒന്നിൽ കൂടുതൽ സെല്ലുകൾ കാണപ്പെടുന്ന ഓർഗാനിസം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കോശങ്ങൾ കാണപ്പെടുന്ന ഈ സൂക്ഷ്മജീവികളാണ് നമ്മൾ മൾട്ടി സെല്ലാർ ഓർഗാനിസം അല്ലെങ്കിൽ ബഹുകോശ ജീവി എന്ന് പറയുക. അതായത് ഒന്നിലധികം കോശങ്ങൾ ഒന്നിലധികം കോശങ്ങൾ കൊണ്ട് ശരീരം നിർമ്മിക്കപ്പെട്ട ജീവികളാണ് ബഹുകോശ ജീവികൾ. അതുപോലെ തന്നെ ധാരാളം കോശങ്ങൾ ബഹുകോശ ജീവികളെ നമുക്ക് നമുക്ക് ബഹുകോശ ജീവികളെ നമുക്ക് നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റും. കുറേ കോശങ്ങൾ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും. അതായത് എൻ ഓർഗാനിസം ഹൂസ് ബോഡി ഈസ് മേഡ് അപ്പ് ഓഫ് മോർ ദാൻ വൺ സെൽ ഈസ് എ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. വി ക്യാൻ സീ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം വിച്ച് നാക്കഡ് ഐസ് ആൻഡ് ദേ ഹാവ് ന്യൂമറസ് സെൽസ്. ഓക്കെ, കുറേ കോശങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ഇവിടെ മൈക്രോസ്കോപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇതിൻ്റെ എക്സാമ്പിളാണ് ഹ്യൂമൻ ബീങ്സ്, മനുഷ്യർ അല്ലേ. നമുക്ക് ഒന്നിലധികം കോശമുണ്ട്. ആനിമൽസിന് ഒന്നിലധികം കോശമുണ്ട്. പ്ലാന്റ്സിന് ഒന്നിലധികം കോശമുണ്ട്. ഇതൊക്കെ എന്താണ്? മൾട്ടി സെല്ലുലാർ ഓർഗാനിസം അല്ലെങ്കിൽ ബഹുകോശ ജീവിക്ക് എക്സാമ്പിളാണ്. ഇനി നിങ്ങൾ ഇത് രണ്ടും ഡിഫറൻസ് ചെയ്താൻ വേണ്ടി പഠിക്കണം. നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു കോശം മാത്രമേ ഉള്ളൂ, ഇവിടെ ഒന്നിലധികം ഉണ്ട്. ഇവിടെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, ഇവിടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. പിന്നെ രണ്ട് എക്സാമ്പിൾ, ഇവിടെ അമീബ, പാരമേസിയം, യുഗ്ലീന, ഇവിടെ ഹ്യൂമൻ ബീങ്, അതുപോലെ പ്ലാന്റ്സ്, ആനിമൽസ്, ഇതൊക്കെയാണ് വരിക. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് ഇരുന്ന് പഠിച്ചോളാം. ഇനി ആരെങ്കിലും നമ്മളെ ക്രിസ്മസ് എക്സാമിന് സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ താഴെ വാട്സപ്പ് ലിങ്ക് ഉണ്ടാവും. അതായത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് ഉണ്ടാവും. ഒന്ന് ക്ലിക്ക് ചെയ്യുക, ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ഇനി നമ്മൾ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ തന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബൂസ്റ്റർ ബാച്ച് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ഉണ്ടാകും. ക്ലിക്ക് ചെയ്യുക, നമ്മൾ ഫോം ഫില്ല് ചെയ്യുക. വെറും 1249 രൂപ കേട്ടോ. വെറും 1249 രൂപക്കാണ് നമ്മളെ ബൂസ്റ്റർ ബാച്ച് ഉള്ളത്. അപ്പോൾ ഇപ്പം തന്നെ ജോയിൻ ചെയ്തോളാം. എക്സാം ആണ്, വൈകിക്കാൻ പാടില്ല. 6ാം ക്ലാസ് ആണ്. അപ്പോൾ അടുത്ത ഇതുപോലെ തന്നെ നമുക്ക് 3 ചാപ്റ്ററാണ് ബേസിക് സയൻസിൽ പഠിക്കാനുള്ളത് അല്ലേ. ഇതിപ്പോൾ നമ്മളെ 6th ചാപ്റ്ററാണ്. ഇനി 4th 5th കൂടി നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. 4th 5th 6th 3 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ചാപ്റ്ററിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് മിസ് വീഡിയോ ആയിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി വെക്കുക കേട്ടോ. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. എക്സാമിനുള്ള എല്ലാ അപ്ഡേറ്റ്സും അവിടെയാണ് വരിക. ഓക്കെ, അപ്പം ബൈ. അപ്പോൾ മിസ്സിൻ്റെ പേര് അറിയെങ്കിൽ, ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മിസ്സിൻ്റെ പേര് കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മൈൽ തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ വേഗം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചോളാം. മിസ് പ്രഡിക്ഷൻ ലൈവായിട്ടൊക്കെ മിസ് വരുന്നതായിരിക്കും. ഓക്കെ, സി യു.